ചേച്ചിയുടെ PSC ഇൻ്റർവ്യൂവിനായിട്ട് നമ്മൾ കട്ടപ്പന പോവുകയാണ്. PSC പരീക്ഷ കട്ടപ്പന ഏരിയയിൽ വരുമ്പോൾ തന്നെ അതൊരു ട്രിപ്പാക്കി മാറ്റാൻ എല്ലാവരും തന്നെ ശ്രമിക്കാറുണ്ട്. അപ്പോൾ പിന്നെ ഇൻ്റർവ്യൂ കൂടി ആകുമ്പോൾ പിന്നെ പറയണോ? ഒരു വണ്ടി എടുത്ത് എല്ലാവരും കൂടി അങ്ങ് പോവുകയാണ്. പോകുന്ന വഴി ഞങ്ങളൊന്ന് പോകുന്ന വ്യൂ പോയിൻറ്റിലൊന്ന് നിർത്തി. നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കട്ടപ്പനയ്ക്ക് പോകുന്നത്. നാളെയാണ് ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂക്കാർ റെഡിയായി. നമ്മൾ അവളെ ആക്കിയിട്ട് നമ്മളൊന്ന് ചുറ്റിക്കറങ്ങി അവിടെ തന്നെ ഇരുന്നു. പിന്നെ നമ്മൾ പോയത് കാൽവരി മൗണ്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞതിൻ്റെ ക്ഷീണം തീർക്കാനായിട്ട് നമ്മൾ കാൽവരി മൗണ്ടിന് പോയി. ഇടുക്കിക്കാരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാനാദ്യമായിട്ടാണ് കാൽവരി മൗണ്ട് കാണാനായിട്ട് പോകുന്നത്. പോകുന്ന വഴിക്ക് മേഘമല ഷിപ്പ് എന്നും പറഞ്ഞുകൊണ്ടൊരു ഷിപ്പിൻ്റെ പടവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഈ ട്രിപ്പിൽ എന്നെക്കാളും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് കുഞ്ഞൂട്ടനായിരുന്നു. കുഞ്ഞൂട്ടൻ ആദ്യമായിട്ടാണ് ഹൈ റേഞ്ച് ഏരിയയിലേക്ക് പോകുന്നത്. അവനിതൊക്കെ കാണുമ്പോൾ, കാട് കാണുമ്പോൾ അവൻ ആനയുടെ ഓർമ്മയാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് അവൻ ഫുൾ ടൈം ആനേനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മൾ കാൽവരി മൗണ്ട് എത്തിയപ്പോൾ ഏകദേശം ഒരു മണി കഴിഞ്ഞായിരുന്നു. തണുപ്പും ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു. തണുപ്പുള്ളത് കൊണ്ട് വെയിലിൻ്റെ കാഠിന്യം നമ്മൾ അറിഞ്ഞിരുന്നില്ല. നമ്മൾ തൊടുപുഴക്കാരൊക്കെ ഹൈ റേഞ്ചിലേക്ക് ചെല്ലുമ്പം നമുക്ക് ഏറ്റവും കൂടുതൽ കുശുമ്പും അസൂയൊക്കെ തോന്നുന്നത് അവിടുത്തെ പൂക്കൾ കാണുമ്പോഴാണ്. നല്ല വലിപ്പമുള്ളതും നല്ല കളറുള്ള ഫ്ലവേഴ്സാണ് അവിടെ മൊത്തം. ആനയെ ചോദിച്ച് അവസാനം പുഴുവിൻ്റെ സ്റ്റാച്ചു കാണിച്ച് നമ്മൾ കുഞ്ഞൂട്ടിനെ സമാധാനിപ്പിച്ചു. ചെറിയ രീതിക്ക് മഞ്ഞുള്ളത് കൊണ്ട് നമുക്ക് ഒത്തിരി വിസിബിലിറ്റി ഇല്ലായിരുന്നു. എന്നാലും കുറച്ചൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു ഡിക്കി ഡാമിൻ്റെ വെള്ളം കിടക്കുന്നത്. അങ്ങനെ കാൽവരി മൗണ്ടിൽ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ചെറുതോണി ടൗണിലേക്ക് എത്തി. അവിടെ ഇന്ന് എന്തോ പാർട്ടി പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര തിരക്കും ബ്ലോക്കും ആയിരുന്നു. ഇതാണ് ചെറുതോണി പുതിയ പാലം പണിത് കഴിഞ്ഞ പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഈ വഴി വരുന്നത് തന്നെ. പ്രളയത്തിൽ പാലം മൊത്തം വെള്ളം മൂടിയതിൻ്റെ ഫലമായിട്ട് പുതിയൊരു പാലം തന്നെ ഇവിടെ പൊങ്ങി. പിന്നീട് നമ്മൾ നേരെ പോയത് ഇടുക്കി ഡാം കാണാനാണ്. ഡാം ഇപ്പോൾ ക്ലോസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡാമിൻ്റെ അങ്ങോട്ട് പോകത്തില്ലായിരുന്നു. പകരം നമ്മൾ ഡാമിൻ്റെ മുകളിൽ ഇപ്പോൾ ഉള്ള പാർക്കിൻ്റെ ഏരിയയിലേക്കാണ് പോയത്. അവിടെ നിന്ന് നമുക്ക് ചെറുതോണി ഡാമിൻ്റെ ഷട്ടറും അതുപോലെ തന്നെ ആർച്ച് ഡാമും രണ്ടും ഒരേ സമയം കാണാനും ഡാമിലെ വെള്ളമൊക്കെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ അതിരമ്പള്ളി പോയപ്പോഴേ എല്ലാവരുടെ കയ്യിൽ നിന്ന് ഒരു സാധനം വെള്ളം കണ്ടോടി. വാ അമ്മ കച്ചരാ. വാ അമ്മ എടുത്ത് കാണാവോ? ഡാം ഇപ്പോൾ പ്രസൻ്റ്ലി ക്ലോസ് ആയതുകൊണ്ട് നമ്മളിവിടെ വ്യൂ പോയിന്റിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് ചെറുതോണി ഡാമിൻ്റെ ഷട്ടർ പോർഷനും ഇടുക്കി ഡാമിൻ്റെ ആർച്ചും കുറത്തി മലകളും എല്ലാം കാണാം. ഇവിടെ നമുക്കൊരു ടീ ഹബ്ബുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് പാർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്.
ഇവിടെ ഫോട്ടോ പോയിൻ്റായിട്ട് നമുക്കൊരു ഫ്രെയിം വെച്ചിട്ടുണ്ട്. കറക്റ്റ് ഫ്രെയിമാട്ടോ, സൂപ്പർ ലുക്ക് ഇവിടെ. ഇവിടെ മേളിലായിട്ട് ഒരു വാച്ച് ടവർ ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പാർക്ക് ഏരിയയുടെ തൊട്ട് മുകളിലായിട്ട് അഡ്വഞ്ചറസ് ഏരിയയാണ്. റോപ്പ് ക്ലൈമ്പിങ്ങും സൈക്ലിംഗ് അങ്ങനെ കുറേ പരിപാടികൾ അവിടെയുണ്ട്. ഇപ്പോൾ പ്രസൻ്റ്ലി അതൊന്നും ആക്റ്റീവ് അല്ല. ഇവിടെ നമുക്ക് ബോട്ടിങ്ങിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ വെള്ളം കുറവായതുകൊണ്ട് അതും ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കും ഇതൊക്കെ ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുന്നത്. വെക്കേഷൻ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് വീണ്ടും റീ ഓപ്പൺ ചെയ്ത് ആക്റ്റീവ് ആകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചെറിയ ഇടുക്കി യാത്ര. എല്ലാവരും ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, വീഡിയോ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയും ചെയ്യണം. താങ്ക്